ഓ ഉമ്മമാരെ, അവിടെ ഒരൊറ്റ വാക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളുടെ ആധ്യാത്മികമായ പാഠങ്ങളുടെ ആദ്യ വരികൾ കുറിച്ചിടേണ്ടത് അരമനയുടെ അകത്തളത്തിൽ നിന്നാണ്. മദ്രസയിലെ ഉസ്താദുമാരല്ല, സ്കൂളിലെ അധ്യാപകരല്ല, പുറത്തുള്ള ആരുമല്ല. ആദ്യ ചുവടുകൾക്ക് കാലിടറാതെ കരുത്തു പകരേണ്ടവർ നിങ്ങളാണ് ഉമ്മമാരെ. വാപ്പമാർ അധ്വാനത്തിന്റെ മേൽച്ചുറുപ്പുറങ്ങളിലാണ്. ഇന്നലെ മദ്രസയിൽ പോകാതെ ഏതോ അടിയന്തരത്തിനോ കല്യാണത്തിനോ പോയി. അടുത്ത ദിവസം പ്രിയപ്പെട്ട മകൻ കരയുകയാണ്, അതടിക്കും ഞാൻ പോവില്ല, ഇന്നലെ പോയിട്ടില്ലല്ലോ, ഇന്നലെ കല്യാണത്തിന് പോയതായിരുന്നു. ഉമ്മ അവരുടെ കാതിൽ മെല്ലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം, ഇന്നലെ പനിയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. കല്യാണത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ, വിവാഹത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ, മറ്റടിയന്തരത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഉസ്താദ് തല്ലുമടിക്കും. അതുകൊണ്ട് ഉസ്താദിനോട് എന്ത് പറയണം? പനിയായിരുന്നു, അല്ലെങ്കിൽ ഉമ്മിക്ക് നടുവേദനയായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കള്ളം, ഇന്ന് വരെ കള്ളത്തിന്റെ പരിചയമില്ലാത്ത കുഞ്ഞിളം ഹൃദയത്തിൽ ആദ്യമായി കള്ളത്തിന്റെ കറുത്ത വരകൾ വരക്കുന്നത് ഉമ്മ നിങ്ങളാണോ എന്ന് ചിന്തിക്കുക. പിന്നെ അടുത്ത ഇതേപോലൊരു കല്യാണ വിശേഷം വരുമ്പോ മോള് കരയൂല. അടുത്ത് വിളിക്കുമ്പോ മോള് പറയും, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം, കള്ളം പഠിച്ചുപോയി. പനിയായിരുന്നു പറഞ്ഞ മതിയല്ലോ ഒരു മച്ചി, എനിക്കറിയാം, ഇനി പറയണ്ട. പിന്നെ ഓരോ കള്ളങ്ങളും ജീവിതത്തിന്റെ ഭാഗമാകുന്നു. ഉപ്പയോട് വലിയ കള്ളങ്ങൾ തിരിച്ചു പ്രയോഗിക്കുന്നു. അവസാനം കല്യാണം പിറ്റെന്ന് എല്ലാവരെയും കണ്ണീർ കടലാക്കി നാളെ കല്യാണത്തിന്റെ വിഭവങ്ങൾ ഒരുങ്ങുമ്പോ അതൊരു മരണ വീടാക്കി അത് ഓരോരുത്തരോട് പറഞ്ഞുവിടുന്നു. അവിടെ വരെ എത്തി. ഇതിന്റെ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യമായി നിങ്ങൾ പറയേണ്ടത്, ഇന്നലെ കല്യാണത്തിന് പോയിരുന്നതാണെങ്കിൽ സ്നേഹത്തോടെ മക്കളെ അടുത്ത് വിളിച്ചു നിർത്തണം. എന്നിട്ട് അവരെ തലോടണം, തഴുകണം, ഒരു മുത്തം കൊടുത്ത് പറയണം, മോളെ ഉസ്താദിനോട് കല്യാണത്തിന് പോയിരുന്നതാണ് എന്ന് സന്തോഷമായി പറയണം. ഒരുപക്ഷെ ഉസ്താദ് വഴക്കു പറയും, അടിക്കും. എന്നാലും സത്യത്തിന് സത്യസന്ധമായ ഇടപെടലിന്, സത്യം പറയുന്നതിന് പത്തരമാറ്റാൻ, അതിന് വെളിച്ചമാൻ, അതിന് ഇൽമ പഠിക്കാൻ വലിയ സഹായകമാൻ. ഒരിക്കലും അല്ലാഹു തആല കൈവിടൂല. കള്ളം പറയരുത്, സത്യം പറയണം, അതിനെ മുറുകെ പിടിക്കണം എന്നൊരു ചെറിയ നിർദ്ദേശം കൊടുത്താൽ ആ കുഞ്ഞുളം ഹൃദയത്തിൽ നിങ്ങളോടുണ്ടാകും.